ഞാനിപ്പോൾ ഉള്ളത് അവഗണനയുടെ കാര്യമായ മുതലപ്പൊഴിയിലാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ 13-ൽ ഏറെ അപകടങ്ങളാണ് ഈ പ്രദേശത്ത് ഉണ്ടായത്. ഒരു വർഷത്തിനിടെ ജീവൻ നഷ്ടമായത് 5-ൽ ഏറെ പേർക്കാണ്. ഭാഗ്യം തുണച്ചതുകൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു നീന്തി കയറി വന്നവരുടെ എണ്ണം ഇതിലും ഏറെയാണ്. നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങളിലെ ദുരന്തങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഇവിടെ സംഭവിച്ചിരുന്ന അപകട മരണം. നിരവധി മത്സ്യത്തൊഴിലാളികൾ നിത്യവൃത്തിക്കായി കടലിലേക്ക് പോകുന്ന ഇടമാണ് തിരുവനന്തപുരം അഞ്ചുതെങ്ങിലെ മുതലപ്പൊഴി. എന്നാൽ അവിടെ നിന്നുള്ള അപകട വിവരങ്ങളാണ് നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. നിരവധി ആളുകളുടെ ജീവൻ ഇവിടെ പൊലിഞ്ഞിട്ടും നിരവധി ആളുകളുടെ സ്വന്തം പാർപ്പിടമടക്കം കടലെടുത്തിട്ടും കഠിനകുളം കായലും അറബിക്കടലും ചേരുന്ന ഈ പൊഴിമുഖത്തെ അപകട സാഹചര്യത്തിന് പരിഹാരം കാണാനായി സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. 2006-ൽ പുലിമുട്ട് നിർമ്മിച്ചതിനു ശേഷം 125-ലധികം അപകടങ്ങളാണ് മുതലപ്പൊഴിയിൽ സംഭവിച്ചിട്ടുള്ളത്. കൂടാതെ അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടത് 10-20 പേർക്കല്ല 80 പേർക്കാണ്. തുടർക്കഥയായി ഉണ്ടാകുന്ന അപകട മരണങ്ങളുടെ എല്ലാം കാരണമായി പ്രദേശവാസികൾ പറയുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത് ഇതിൻ്റെ വീതി കുറവ്, രണ്ടാമത് ഇവിടുത്തെ മണ്ണുകൾ കൃത്യമായിട്ട് അടിയൊഴുക്ക് ശക്തമായിട്ട് വരുന്ന ഭാഗങ്ങളാണ്. കാരണം പ്രത്യേകിച്ചും കുത്തൊഴുക്കാണ് വരുന്നത്. കരയിൽ നിന്നും കടലിലേക്ക് അതിശക്തമായിട്ട് കുത്തൊഴുക്കിൽ മണ്ണുകൾ നേരെ ഈ പാറകളിൽ വന്ന് നിറയുകയും ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ മൺതിട്ടകളുണ്ടാവുന്നു. ഈ മൺതിട്ടകളുണ്ടാവുമ്പോഴാണ് ഇവ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത വരുന്നത്. മുതലപ്പുഴയിലെ അശാസ്ത്രീയത സംബന്ധിച്ച് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിന്റെ വിദഗ്ധ സംഘം പഠനം നടത്തുകയും മന്ത്രിമാർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അടുത്ത മൺസൂണിന് മുൻപ് തന്നെ ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കി മുതലപ്പുഴയെ സാധാരണഗതിയിലാക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾക്കും പ്രദേശവാസികൾക്കും വാക്കുകൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കുറച്ച് മണ്ണും കല്ലും മാറ്റിയതൊഴിച്ച് അടിസ്ഥാന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനോ പ്രശ്നത്തിന് പരിഹാരം കാണാനോ നടപടി ഉണ്ടായില്ല എന്നും തീരദേശവാസികൾ പറയുന്നു. നേരത്തെ കഴിഞ്ഞ സർക്കാർ ഇരുന്ന സമയത്ത് മേഴ്സിക്കുട്ടിയമ്മയ്ക്കടുത്ത് കൃത്യമായിട്ട് മേഴ്സിക്കുട്ടിയും പറഞ്ഞു ഇവിടെ അപകടമാണ്, അതിന് ശാശ്വത പരിഹാരം കാണണം. മണ്ണ് റജ്ജ് ചെയ്ത് മാറ്റാനുള്ള ടെൻഡർ വിളിച്ചപ്പോൾ ടെൻഡർ കിട്ടുന്നില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് 2018-ൽ അദാനിക്ക് ഇവിടെ നമ്മൾ ബാർജിനടുക്കുവാൻ വേണ്ടി സംവിധാനം കൊടുക്കുകയും അവരിവിടുത്തെ മണ്ണും കല്ലും മാറ്റാനുള്ള ഒരു കരാറിൽ എത്തിയിരുന്നത്. പക്ഷേ ഈ അദാനി പോലും ഞങ്ങളെ പറ്റിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. മുതലപ്പൊഴിയിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ അപകടങ്ങളും മരണങ്ങളും ഇപ്പോൾ വാർത്തയെ അല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഓരോ തവണയും അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അല്ലായെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആളപായങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത് വാർത്തയാകുന്നതും അധികാരികൾ ഈ വാർത്തയറിഞ്ഞ് ഇവിടെ കടന്നു വരുന്നതും. എന്നാൽ വീണ്ടും മുതലപ്പൊഴി എന്നുള്ള ഒരു പേര് ഉയർന്നു കേൾക്കണമെങ്കിൽ സമാനമായ രീതിയിൽ മറ്റെന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആളപായമോ ഉണ്ടാകണമെന്നുള്ള സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നതും മരിക്കുന്നതുമെല്ലാം. മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിനായി കടലിൽ പോകുന്നത് കൊണ്ടാണ് അപകടങ്ങൾ സംഭവിക്കുന്നതെന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള വിശദീകരണം. എന്നാൽ കടലിന്റെ മക്കളായ ഇവർക്ക് ഒരു ദിവസം മത്സ്യബന്ധനത്തിനായി കടലിൽ പോയില്ല എങ്കിൽ വീടിന്റെ അടുപ്പുകളിൽ തീ പുകയില്ല. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ വളരെയേറെ അപകടത്തിലാണ്. തൊഴിലിന് പോകാൻ വേണ്ടി ഈ വഴിയെ തൊഴിലിന് പോകാൻ തന്നെ ഞങ്ങൾക്ക് വളരെയേറെ പ്രയാസമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവൻ പിന്നെ അപകടങ്ങളിൽ കൂടിക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ പോലും ഇവർ പറയുന്നത് 10 ദിവസം പഠിക്കുമോ, 15 ദിവസം പഠിക്കുമോ, 20 ദിവസം പഠിക്കുമെന്ന്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഈ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളിയാണ്. ഇതിൽ കിട്ടുന്ന സമ്പത്ത് കൊണ്ടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. അതല്ലാതെ ഞങ്ങൾക്ക് വേറൊരു തൊഴിൽ ഞങ്ങൾക്ക് അറിയത്തില്ല. വേറൊരു തൊഴിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മുതലപ്പൊഴി മരണപ്പൊഴിയാവുന്നതിനു മുൻപ് ശോഭനമായ ഒരു ഭൂതകാലമുണ്ടായിരുന്നു. കടൽക്ഷോഭം മൂലം വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറി നാശനഷ്ടങ്ങൾ ഉണ്ടായതുമെല്ലാം ഇന്നീ പ്രദേശങ്ങളെ ആകെ വാസയോഗ്യമല്ലാതെയാക്കി മാറ്റി. പക്ഷേ ഇവിടെ ഒരു തീരം ഉണ്ടായിരുന്നൊരു സമയമുണ്ടായിരുന്നു. ആ തീരം ഉള്ളപ്പോൾ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പറയുന്ന ഈ കാറ്റോ മഴയോ കോളോ ഒന്നും ഒരു പ്രശ്നമേ അല്ല.
ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. മത്സ്യബന്ധനത്തിന് പോകാനുള്ള ഒരു തീരമില്ല, അതിന് പകരമായിട്ടാണ് നമ്മൾ ആശ്രയിക്കുന്നത് മുതലപ്പുഴയിൽ. പ്രധാനപ്പെട്ട ഹൈവേ വരുന്ന ഒരു റോഡാണിത്, അതായത് സർക്കാരിൻ്റെ തീരദേശ ഹൈവേ പെടുന്ന ഒരു പ്രദേശം. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അടിയന്തരമായി ഈ പ്രദേശം സംരക്ഷിച്ചില്ല എങ്കിൽ നാഷണൽ ഹൈവേക്ക്, ഈ തീരദേശ ഹൈവേക്ക് വേണ്ടി സർക്കാർ സ്ഥലമേറ്റെടുക്കുമ്പോൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന ഇതിനേക്കാൾ 10 മടങ്ങ് ചെലവ് സർക്കാർ വഹിക്കേണ്ടി വരും. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ റോഡൊന്നും കാണത്തില്ല. ഇവിടെ ഒരു തകർച്ച ഉണ്ടായാൽ കടലും കായലും ഏത് സമയം ഒന്നിച്ചാകാം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? പാലം പണിയേണ്ടി വരും. അങ്ങനെ സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെട്ടില്ല എങ്കിൽ സർക്കാരിന് ജനങ്ങൾക്ക് അതൊരു അധിക ബാധ്യത, സാമ്പത്തിക ബാധ്യതയായി മാറും. ഇവിടുത്തെ ജനങ്ങൾ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. തങ്ങൾക്ക് സ്വന്തമായ വീടും പാർപ്പിടവും പ്രിയപ്പെട്ടവരൊന്നും ഇനി ഒരിക്കലും ഒരു കടൽ ദുരന്തത്തിലും നഷ്ടപ്പെടില്ല എന്ന പ്രതീക്ഷയിൽ സമാധാനമായി ഉറങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ശാശ്വതമായ പരിഹാരമാണ്. താഴമ്പള്ളി അഞ്ചുതെങ്ങ് പൂത്രമേല, ഇത് താഴമ്പള്ളി അഞ്ചുതെങ്ങ് റോഡാണ്. ഇതിന് ഇടയ്ക്ക് ഏറ്റവും അപകടം പിടിച്ച ഒരു മേഖലയാണ് ഈ തരിശുപറമ്പ് എന്ന് പറഞ്ഞ ഭാഗത്ത്. ഈ കടലേറ്റമുണ്ടായി, കള്ളക്കടൽ പ്രതിഭാസത്തിൽ ഇവിടെ കടൽ വളരെ അതിരൂക്ഷമായി കയറി കായലിലേക്ക് പോകുന്ന ഒരു പ്രതിഭാസം ഇവിടെ ഉണ്ടായി. അപ്പം ഇവിടെയുള്ള സമീപവാസികളായ പല വീടുകളും തന്നെ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ജനങ്ങൾ വളരെയധികം ഇവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് പിന്നെ മറ്റ് പള്ളികളിൽ 3-4 ദിവസം താമസിച്ച ഒരു പ്രദേശമാണ് ഇവിടെ. ഇവിടുത്തെ ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ, നേരത്തെ ജലസേചന മന്ത്രിക്കും മറ്റ് MLA ശശിക്കുമൊക്കെ നമ്മൾ ഈ വിവരങ്ങൾ അറിയിക്കുകയും അവിടെ നിവേദനങ്ങൾ കൊടുക്കുകയും ചെയ്തു. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർ അന്ന് വളരെയധികം ആശ്വസിപ്പിക്കുന്ന തരത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞു. ഉടനെ പിന്നെ കടൽ ഭിത്തി കെട്ടുന്നതിന് വേണ്ടിയുള്ള കല്ലുകൾ അടിച്ച് അവിടെ പിന്നെ ഈ കടലടി ഉണ്ടാകാതിരിക്കാൻ പ്രതിരോധിക്കുമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകി. പക്ഷേ ഇതുവരെയും ഒരു കല്ല് പോലും കൊണ്ട് അടിച്ചിട്ടില്ല. ഇവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ച് വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ഈ പ്രദേശങ്ങളിലുള്ളവർ. നിരന്തരമായ കാലവർഷം വരുമ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ തിരമാലകൾ അടിച്ചിട്ട് ഈ വീടുകളെല്ലാം ഇടിഞ്ഞു പോകുന്ന അവസ്ഥ. പല ആവർത്തി ഇതൊക്കെ മെയിൻ്റെനൻസ് ചെയ്ത് അവർ വീണ്ടും ഇടിഞ്ഞു. ഇപ്പോൾ ഇവിടെ നിന്നുള്ളവരെയൊക്കെ കുറേ പേര് കുടിയൊഴിഞ്ഞു പോയി. ഈ വീടൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഇതിന് തക്കതായ ഒരു പരിഹാരം ഇതുവരെയും ഗവൺമെൻറ് ഭാഗത്തുണ്ടായിട്ടില്ല. അത് തന്നെ നമ്മുടെ ഇവിടെ എന്ന് പറയണത്, ഇലക്ഷൻ സമയത്തുള്ള കാര്യം ഞാൻ പറയാം. ഇലക്ഷൻ സമയത്ത് ഇവിടെ എല്ലാവരും വരും. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റേതായ കാര്യങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഇവിടെ ഈ പൊഴി മുതൽ ഇങ്ങോട്ടുള്ള തീരപ്രദേശത്ത് MP ആയാലും ശരി, MLA ആയാലും അവർ MLA ആവശ്യങ്ങൾ വരുമ്പോൾ ഓടി വരും. അതേപോലെ MP ഇവിടെ വന്ന് വോട്ട് മേടിച്ച് പോയിട്ട് ഇതുവരെ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാം ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടാണ് പോയത്. എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ഈ കടപ്പുറം കിടക്കുന്നത് കണ്ട ജനങ്ങളുടെ ജീവിതവും എല്ലാം ഈ തീരദേശം തന്നെയാണ്. അവസാനം ഇവിടെയുള്ള ജനങ്ങൾ കടലിലോട്ട് തന്നെ, അവരുടെ ജീവിതം ഇങ്ങനെ തന്നെ പോകും. പക്ഷേ ഒരുപാട് പുരോഗതി അവരാണ്. ഈ പ്രദേശം എന്തുകൊണ്ട് ഇങ്ങനെ കിടക്കണത്? ജനങ്ങളെ സംരക്ഷിക്കണം. അവർ ഈ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇത്രയും കാലം കൊണ്ട് ജനങ്ങൾ മുറവിളി കൂട്ടുന്നു. എന്തുകൊണ്ട് ഈ പ്രദേശം നിലനിർത്തുന്നില്ല? ജനങ്ങളുടെ ആവശ്യങ്ങൾ അവർ അംഗീകരിച്ച് കൊടുക്കണം. ഇത് ഈ ഹാർബർ തുടങ്ങിയ കാലം മുതൽ ഇതിൻ്റെ പുറകിന് അശാസ്ത്രീയമായ നിർമ്മാണമാണെന്ന് പറഞ്ഞിട്ടൊരു എഞ്ചിനീയർമാർ കേട്ടില്ല. കാരണം മദ്രാസ് IIT സ്റ്റഡി ഇതിലാണ് ഇതൊക്കെ ചെയ്തത്. ഇത് വരാനുള്ളത് ഈ തുടക്കത്തിൽ 180ഓളം മീറ്ററാണ് വീതി. മുനമ്പ് അവസാനിക്കുന്നത് 120 അവസാനിക്കുക. അതിൻ്റെ വീതി ഇല്ല. കടലിൽ മുട്ടിങ്ങനെ രണ്ടും ഒതുങ്ങിപ്പോയി. അതുകൊണ്ടാണ് എപ്പോഴും ഈ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. അപകടങ്ങളും മരണങ്ങളും മറ്റു പല നാശനഷ്ടങ്ങളും ഇവിടെ തുടർക്കഥകളാകുമ്പോൾ അത് ചർച്ചയാവുകയും വാർത്തയാവുകയും അല്ലാതെ ഇവരുടെ ജീവിത പ്രശ്നത്തിന്
സ്ഥിരമായ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ മാറി മാറി വരുന്ന ഒരു സർക്കാരും ഒരു ജനപ്രതിനിധിയും തയ്യാറാകാതെ ഇവരെ അവഗണിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഉയർത്തുന്ന ഒരു ചോദ്യം മാത്രമാണ്: ഞങ്ങൾ നിങ്ങൾക്ക് എന്തിനു വോട്ട് ചെയ്യണം? ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം സൗമി മാത്യു, M5 ന്യൂസ്, തിരുവനന്തപുരം.